കുറച്ചധികം തന്നെ കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആട്ടോ ഇത്. ഈ ഒരു ദിവസം നമുക്ക് ഏകദേശം 9 kg കേക്കാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മോർണിംഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കേക്ക് ഇതാണ്. ഈ ഒരു കേക്ക് ടെൻഡർ കോക്കനട്ടാണ് ഫ്ലേവർ വരുന്നത്. 2.5 kg കേക്കിൻ്റെ വെയിറ്റ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 8 ഇഞ്ചും അതുപോലെ തന്നെ 6 ഇഞ്ചും ടിന്നിലാണ്. ബ്ലൂവും അതുപോലെ പിങ്കും കളറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടോപ്പേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എഡിബിൾ അല്ല ഈ ബട്ടർഫ്ലൈസ്, ആ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ള ബട്ടർഫ്ലൈസ് ആണ്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ഒരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഒക്കെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിൽ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു കേക്കിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 kg ഒരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഈ 2 കേക്കും ഒരു സ്ഥലത്തേക്ക് തന്നെ കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇതിന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അവളുടെ ചേച്ചിയുടെ മോളുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് സിമ്പിളായുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ക്രീം ബീറ്റ് ചെയ്ത ടൈമിൽ ഓവർ ബീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ആ ഒരു പാലറ്റ് നൈഫ് ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ഈ ഒരു ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കണേ. അന്ന് ചെയ്ത കേക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേക്ക് ഇതാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഈ ഒരു കളറും ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു കളറാട്ടോ. നല്ലൊരു പീച്ച് കളറിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കേക്കിൻ്റെ ഒക്കെ ഫൈനലൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു 2 kgയുടെ ഒരു വാനില കേക്കാണ്. ഈ ഒരു കേക്കിൻ്റെ ഒക്കെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പാർട്ട് 2 ആയിട്ട് വീഡിയോ ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത്. പാർട്ട് 2 വീഡിയോ എന്തായാലും കണ്ടു നോക്കണേ.